ഈജിപ്തിന്റെ സൈനിക ശക്തിയെ വില കുറച്ച് കാണേണ്ടെന്ന് ഇസ്രായേലിന് ഈജിപ്തിന്റെ മുന്നറിയിപ്പ്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഈജിപ്തിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഇങ്ങനെ ഒരു ഭീഷണിയോ ഒരു മുന്നറിയിപ്പോ ഉണ്ടാകുന്നത്. 2-3 ഘട്ടം ഇതിനിടയിൽ കഴിഞ്ഞുപോയി. ഞങ്ങളത് ക്ഷമിച്ചതാണ്. പുതിയൊരു ഘട്ടം നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഈജിപ്തിന്റെ സൈനിക ബലവും ശക്തിയും നിങ്ങളുടെ തലസ്ഥാന നഗരിയെ നിമിഷങ്ങൾക്കകം കീഴടക്കാൻ പാകത്തിലുള്ളതാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. 967 ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് നേതൃത്വം നൽകിയത് ഞങ്ങളായിരുന്നു. ഒറ്റില്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഭൂമിയിൽ തന്നെ ഉണ്ടാവാത്ത വിധം സൈനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ യുദ്ധത്തിൽ തങ്ങൾ വെല്ലുവിളിച്ചത്. 967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ അതിൽ പരാമർശിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം പറയുന്നത്, നിങ്ങൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തോടനുബന്ധിച്ച് സിറിയയെ ആക്രമിക്കുകയും സിറിയയിലേക്കുള്ള മിസൈൽ എന്ന തരത്തിൽ ഈജിപ്തിന്റെ അതിർത്തിയിൽ മിസൈൽ വിന്യസിക്കുകയും സ്ഫോടനം നടക്കുകയും ചെയ്തു. ആൾനാശമോ വിഷയകാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും അത് വീണത് ഈജിപ്തിന്റെ ഭൂമിയിലാണ്. അത് കരുതിക്കൂട്ടിയിട്ടതാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പിന്നെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ തങ്ങൾ ക്ഷമിക്കുകയായിരുന്നു. കാര്യം എന്ന് പറയുന്നത്, അതിർത്തി പങ്കിടുന്ന ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ കൃത്യമായ രീതിയിൽ അതിന്റെ വൈദൂര്യവും അതിന്റെ കൃത്യതയും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സിറിയയിലേക്ക് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങളുടെ ഭൂപ്രദേശത്ത് ഇടുകയും പിന്നീട് നിങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. ഞങ്ങളത് ക്ഷമിച്ചിട്ടൊന്നുമില്ല, താൽക്കാലിക ക്ഷമ മാത്രമാണ് ഉണ്ടായത് എന്നുള്ള പരാമർശം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇസ്രായേലും ഈജിപ്തും ഫലസ്തീനും അതിർത്തി പങ്കിടുന്ന റഫ മേഖലയിലെ ഞങ്ങളുടെ പ്രദേശം നിങ്ങൾ പിടിച്ചടക്കുകയും അവിടെ നിങ്ങളുടെ സൈനികരെ വിന്യസിച്ചുകൊണ്ട് ഗസക്കകത്തേക്ക് പോകുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയും ചെയ്തു. അന്താരാഷ്ട്ര മേഖലയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പരാതി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ ആ കാര്യം ക്ഷമിക്കുകയാണ്. അടുത്ത വിഷയമാണ് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഇസ്രായേലും ഈജിപ്തും തമ്മിൽ വളരെ കൃത്യമായ രീതിയിൽ ഉടക്കിയിരിക്കുന്നു. നിലപാട് പറഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ ആക്രമിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഈജിപ്ത് ഇസ്രായേലിനെ ആക്രമിക്കും എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ അപൂർവമായിട്ട് നടക്കുന്ന കാര്യമാണ്. 967 ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം പിന്നീട് സഹകരണത്തോടു കൂടിയാണ് ഈജിപ്തും ഇസ്രായേലും കഴിഞ്ഞത്. നയതന്ത്ര ബന്ധങ്ങൾ ആദ്യമായി മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ നിന്ന് ഉണ്ടായത് ഈജിപ്തിൽ നിന്നാണ്. വലിയ എതിർപ്പുകളൊക്കെ അറബ് രാജ്യങ്ങളിൽ അന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വിഷയം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സംസാരിക്കാൻ ഇസ്രായേലുമായിട്ടൊരു നയതന്ത്ര ബന്ധം അനിവാര്യമാണ് എന്നാണ് ഈജിപ്ത് അന്ന് മുന്നോട്ട് വെച്ചത്. പിന്നീട് ജോർദാനുമായിട്ടും സിറിയയുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് നയതന്ത്ര ബന്ധമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് മറ്റൊരു വിഷയം. പിന്നീട് അറബ് രാജ്യങ്ങൾ അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ ബന്ധത്തിന് എല്ലാവരുടെയും എതിർപ്പ് മറികടന്ന് തുനിഞ്ഞത് ഈജിപ്ത് ആയിരുന്നു. മുസ്ലിം മുബാറക്കിന്റെ ആ കാലഘട്ടത്തോടനുബന്ധിച്ചും അതിന് തൊട്ട് മുൻപുള്ള കാലഘട്ടത്തോടനുബന്ധിച്ചൊക്കെ ഇസ്രായേലുമായിട്ട് നല്ല നയതന്ത്ര ബന്ധം പുലർത്തി പോന്നു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇസ്രായേലിന്റെ നാസിക് വെബ്സൈറ്റിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്. അവരെ വളരെ പ്രാധാന്യമുള്ള ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു വെബ്സൈറ്റാണ് നാസിക് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ കീഴിലുള്ളതാണ്. അതിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അതിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിൽ പറയുന്ന കാര്യം, ഈജിപ്തിൽ ഒരു ഡാമിൽ ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ബങ്കറിനെ തകർക്കുന്ന തരത്തിലുള്ള ഒരു മിസൈൽ ആക്രമണം അവിടുത്തെ ഡാമിനെ കേന്ദ്രീകരിച്ച് ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അതിൽ ചോദിച്ച ചോദ്യം. എന്ന് നേർക്കുനേരെ പറഞ്ഞാൽ, ഈജിപ്തിലുള്ള ഒരു ഡാമിനെ ഇസ്രായേൽ തകർക്കുകയാണെങ്കിൽ, ഇസ്രായേൽ മിസൈൽ വെച്ചിട്ട് തകർക്കുകയാണെങ്കിൽ എന്തൊക്കെ നാശങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വെബ്സൈറ്റ് ചോദിക്കുന്നു. ഒരു റിപ്പോർട്ട് പോലെ ചോദിക്കുന്നു. അതിന് അവർ തന്നെ ഒരു വ്യത്യസ്തമായിരിക്കുന്ന റിപ്പോർട്ട് മറുപടിയും അതിൽ തയ്യാറാക്കുന്നു. പറയുന്ന കാര്യം ഇതാണ്: വിനാശകരമായിരിക്കുന്ന വെള്ളപ്പൊക്കം പ്രത്യക്ഷപ്പെടും. നൈൽ നദിയുടെ ഭാഗം പോലും മുങ്ങിപ്പോകുന്ന തരത്തിലായിരിക്കും അതിന്റെ കുത്തൊഴുക്കുകൾ ഉണ്ടാവുക. ഈജിപ്തിൽ ഏറ്റവും വലിയ ഈ ഡാമിനെ കുറിച്ചാണ് അവർ ഉദ്ദേശിച്ചത്. സൈനിക താവളങ്ങൾ ഇല്ലാതാവും. ആയിരക്കണക്കിന് ആളുകൾ നിമിഷങ്ങൾക്കകം മരിക്കുകയും തലസ്ഥാനമായിരിക്കുന്ന കൈറോയുടെ പ്രാന്തപ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും എയർപോർട്ടുകളും ട്രെയിനും അടക്കം നാശം വിതക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ ഉടലെടുക്കാനും ഇത് കാരണമാകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നാശത്തെയും നഷ്ടത്തെയും സാമ്പത്തിക വിഷയകാര്യത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. ഈ അവസ്ഥയെ
പ്രതിരോധിക്കുക, ഈ അവസ്ഥയെ അതിജീവിക്കാനല്ല, ഈ അവസ്ഥക്ക് സമാനമായിരിക്കുന്ന അല്ലെങ്കിൽ മുൻപത്തെ പോലെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഈജിപ്തിന് പതിറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് ഇതിന്റെ പരാമർശം. ഊഹിച്ചുകൊണ്ടും സാങ്കല്പികമായും ഒരു വെബ്സൈറ്റിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. അവിടെ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കുന്നത് ഈജിപ്തിന്റെ ഇസ്രായേലിന്റെ വെബ്സൈറ്റിലാണ്. ഇസ്രായേലിന്റെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഏറെക്കുറെ സാധ്യമായിരിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ ഭാവിയിൽ ഒരു പ്രതീക്ഷ ഉള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ അത് വരാറുള്ളത്. ഈ വലിയ സൗഹൃദ ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈജിപ്തുമായി ബന്ധപ്പെട്ട് അവർ ഈ പ്രവൃത്തി ചെയ്തതിന് അറബ് മേഖലയിൽ ശക്തമായിരിക്കുന്ന പ്രതികരണം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈജിപ്ത് സടകുടഞ്ഞെഴുന്നേറ്റു തങ്ങളുടെ നിലപാടുകളും രീതികളും കൃത്യമായി തന്നെ പറഞ്ഞു. നിങ്ങൾക്കറിയുമോ, ഒരു ദിവസം കൊണ്ട് ടെൽ അവീവിനെ പിടിച്ചു കെട്ടാൻ മാത്രം പാകത്തിലുള്ള സൈനിക ബലവും ശക്തിയുമുള്ള മേഖലയാണ്, ദേശമാണ് ഈജിപ്ത് എന്ന്. ഞങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ടും ഞങ്ങൾ അകന്നു നിൽക്കുന്നത് കൊണ്ടും ഞങ്ങൾക്ക് ശക്തിയും ബലവുമില്ല എന്ന് നിങ്ങൾ കരുതേണ്ട കാര്യമില്ല. സൈനികപരമായിരിക്കുന്ന ബലം ഈ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തിയുള്ളതിൽ ഈജിപ്ത് തന്നെയാണ്. ഇപ്പോഴും കരുത്തരും ശക്തരും എന്ന് മുൻപ് ഞങ്ങൾ തെളിയിച്ചതാണ്, ഇപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഈജിപ്തുമായിട്ടുള്ള ബന്ധം യഥാർത്ഥത്തിൽ അകന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ സൈനികമായിരിക്കുന്ന മേഖലയിൽ ഒരു ഉണർവുണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ പ്രതീക്ഷയിൽ നിന്ന് അപ്പുറമായ രീതിയിലുള്ള പ്രതികരണമാണ് ഈജിപ്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈജിപ്ത് ഒരിക്കലും ഇത് ഇത്രയും ഗൗരവത്തിലെടുക്കുമെന്ന് ഇസ്രായേലും ഒരു പക്ഷേ കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർ കരുതുന്നത് ഒരു പക്ഷേ ഇങ്ങനെ ചെയ്താലോ എന്നുള്ളതാണ്. ഒരു മുന്നറിയിപ്പ് നൽകുക എന്നുള്ളത് ചില ഘട്ടത്തിലൊക്കെ ഇസ്രായേൽ ചെയ്യാറുണ്ട്. അത് ഈ യുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിൽ ഈജിപ്തിന്റെ അതിർത്തിയിലേക്ക് മിസൈൽ വിന്യസിക്കുകയും അത് തകർന്നുകൊണ്ട് നാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അത് രണ്ടു കൂട്ടരും അത് പറയാത്തത് കൊണ്ട് ആരും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ചില ബിൽഡിങ്ങുകൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രാദേശികമായിട്ട് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആൾനാശമോ ആളുടെ മരണമോ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിട്ടുമില്ല. ഏതായിരുന്നാലും അന്നത്തെ വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് പറഞ്ഞ കാര്യം, ഇത് ഈജിപ്തിനൊരു മുന്നറിയിപ്പാണ്. ഞങ്ങൾ വേണമെങ്കിൽ ഈജിപ്തിനെയും ആക്രമിക്കും. സിറിയയുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയിൽ 2-3 തവണ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സിറിയയുടെ അതിർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ സിറിയയുടെ ഭൂമിയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രത്യാക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായത്. ആ ഒരു മിസൈൽ പോയിട്ടാണ് ഈജിപ്തിന്റെ അതിർത്തിയിൽ വീഴുന്നത്. അതിനോടനുബന്ധിച്ചാണ് വലിയ വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് ഇസ്രായേൽ മാപ്പ് പറഞ്ഞ് താൽക്കാലികമായ രീതിയിൽ ഞങ്ങളത് അവസാനിപ്പിക്കുന്നു എന്ന് ഈജിപ്ത് പറയുകയും ചെയ്തു. ഇപ്പം രണ്ടാമത്തെ ഘട്ടത്തിൽ ഈജിപ്തിനെ ഉന്നം വെക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈജിപ്തിൽ നിന്ന് അവിടുത്തെ സൈനിക വിഭാഗത്തിൽപ്പെട്ടവരോ അതല്ലെങ്കിൽ അവിടെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരോ ഗസക്ക് സൈനികമായിരിക്കുന്ന അല്ലെങ്കിൽ ആയുധമായിരിക്കുന്ന സഹായം നൽകുന്നുണ്ട് എന്ന് ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ്. അത് അവർക്ക് ഉറപ്പുമാണ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കണ്ടെത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. പരമാവധി പല ഘട്ടത്തിലും പല രൂപത്തിലും അവർ പല ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. റഫ അതിർത്തി അവർ പിടിച്ചെടുക്കാൻ കാരണം റഫ അതിർത്തി കടന്നുകൊണ്ട് ഹമാസിന്റെ കൈവശത്തിലേക്ക് ഈജിപ്തിൽപ്പെട്ട ആളുകൾ ആയുധങ്ങൾ എത്തിക്കുന്നു എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മേഖല പിടിച്ചെടുത്തത്. ആ മേഖല പിടിച്ചെടുത്തിട്ടും യഥാർത്ഥത്തിൽ ഈ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാതെ നാണം കെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. മാത്രവുമല്ല, അബ്രാം കരാറിന്റെ ഭാഗത്തിൽ നിന്ന് ഈ ഈജിപ്തും പിന്മാറി എന്നുള്ളത് അവരെ ഞെട്ടിപ്പിച്ച സംഭവമാണ്. കാരണം ഈജിപ്തിന്റെ നിലവിലെ പ്രസിഡന്റ് സിസി എന്ന് പറയുന്ന ആൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഏറെക്കുറെ നോമിനിയാണ്, ഉള്ള അല്ലെങ്കിൽ പോലും. അപ്പോൾ അവരുടെ നയ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഈജിപ്തിന്റെ എല്ലാ കാലത്തും ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഹുസ്നി മുബാറക്കിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്ന ഭരണാധികാരികൾ അമേരിക്കയോട് 100% സപ്പോർട്ടുള്ളവരാണ്. എന്നാൽ അമേരിക്കയുടെ നയ നിലപാട് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാവാത്ത ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ ഈജിപ്ത് ഭരിക്കുന്നതെന്ന് അമേരിക്ക ബോധ്യപ്പെട്ടു. അത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഊത്തികളുമായി ആക്രമിക്കാൻ വേണ്ടി നിങ്ങൾ സൈനികരെ വിട്ടുതരികയും ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നും അമേരിക്ക സൗദി അറേബ്യയ്ക്ക് ശേഷം ഈജിപ്തിനോടാണ് പറഞ്ഞത്. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ യമൻ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ചെങ്കടലിൽ അവർ ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഒരു നിലക്കും ഞങ്ങൾക്ക് ഇതിന് സഹായിക്കാൻ പറ്റില്ലെന്ന് ആദ്യം സൗദി പറഞ്ഞു, പിന്നീട് ഈജിപ്ത് പറഞ്ഞു, പിന്നീട് UAE പറഞ്ഞു, പിന്നീട് ബഹ്റൈൻ പറഞ്ഞു. അപ്പോൾ അവർ പെട്ടുപോയി. ഒരു സഹായമില്ലാത്ത രീതിയിൽ ചെങ്കടലിൽ വിയർത്തൊലിക്കുന്ന സ്ഥിതിവിശേഷം പിന്നീട് അമേരിക്കയുടെ നാവിക വിഭാഗത്തിനുണ്ടായി എന്ന് അവർ തന്നെ സംഭവിച്ചു. ഒരുപാട് കപ്പലുകൾ ആ മേഖലയിൽ നിന്ന് മെഡിറ്ററേനിയൻ മേഖലയിലേക്ക് അവർ മാറ്റി. ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലിൽ ഒന്നായിരിക്കുന്ന
അബ്രഹാം ലിങ്കന്റെ പേരിലുള്ള കപ്പൽ പോലും അവിടെ നീക്കം ചെയ്തത് ശക്തമായിരിക്കുന്ന ആക്രമണം യമന്റെ ഭാഗത്ത് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വലിയ രീതിയിലുള്ള പ്രതിരോധം നഷ്ടപ്പെട്ടു. അങ്ങനെ യഥാർത്ഥത്തിൽ ഈജിപ്തുമായിട്ടും ഉടക്കാൻ ഇത് വലിയ കാരണമായി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ, പാലസ്തീനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലും ഇസ്രായേലിനോട് സഹകരണം ഈജിപ്ത് കാണിച്ചിട്ടില്ല. ഈ പ്രതിസന്ധിയൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈജിപ്തിനെയും ഇസ്രായേലിനെയും അകത്തിയിരിക്കുന്നു എന്നുള്ളതും ഇനി ഭാവിയിൽ ഇത് ഏത് രീതിയിലാണ് രൂപപ്പെടുക എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത വിധമുള്ള സാഹചര്യങ്ങൾ ഈ മേഖലയിൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്.